നടുവേദന വരാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നടുവേദന വന്നാൽ എന്താണ് ചികിത്സകളുള്ളത്? നടുവേദന വരാതിരിക്കാൻ നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ പോസ്റ്റർ കൃത്യമായി സൂക്ഷിക്കുക, നമ്മുടെ വെയിറ്റ് കൂടാതെ നോക്കുക, നമ്മൾ റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും കുറേ നേരം ഇരുന്നിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. കുറേ നേരമുള്ള ഇരുത്തം നട്ടലിൻ്റെ മുകളിലുള്ള ലോഡുകൾ കൂട്ടും. അതായത് കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഡ്രൈവേഴ്സ്, അങ്ങനത്തെ ആൾക്കാർക്ക് നട്ടലിലേക്കുള്ള ലോഡുകൾ കൂടുതലായിരിക്കും. ഇത് വേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വീട്ടിലുള്ള ജോലികൾ കുറേ നേരം കുനിഞ്ഞിട്ട് അടിച്ചു വാരുന്നത്, അല്ലെങ്കിൽ കുനിഞ്ഞിട്ട് പാത്രം കഴുകുന്നത്, തുണി അലക്കുന്നത്, ഇതെല്ലാം നടുവേദന ഉണ്ടാക്കും. അല്ലെങ്കിൽ ഭാരെടുക്കുന്നത് കുനിഞ്ഞിട്ട്, ഇതെല്ലാം നടുവേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യണം. നമ്മൾ ഭാരെടുക്കുകയാണെങ്കിൽ ഇരുന്നിട്ട് വെയിറ്റ് എടുക്കുക, നിവർത്തിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഇരിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ബ്രേക്ക് എടുക്കുക, നട്ടലൊരു സ്ട്രെച്ചിങ് എക്സസൈസ് എന്തെങ്കിലും ചെയ്യുക, എപ്പോഴും മൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നടുവിലേക്കുള്ള സ്ട്രെയിനുകൾ കുറയ്ക്കാനും നടുവേദന വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും. രണ്ടാമത്, നമ്മുടെ അമിതഭാരം നടുവേദന ഉണ്ടാക്കാനുള്ള കാരണമാണ്. കാരണം നമ്മുടെ വെയിറ്റാണ് നട്ടലിലേക്ക് വരുന്ന ലോഡ്. അപ്പോൾ ഇത് കുറയ്ക്കാനുള്ള നോക്കണം. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് എത്ര വെയിറ്റ് വേണ്ടതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലേക്ക് ആക്കാനുള്ള ശ്രമം നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട്, നമ്മുടെ നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് ചുറ്റുമുള്ള മസിൽസാണ്. അപ്പോൾ ഈ മസിലുകൾ സ്ട്രോങ് അല്ലെങ്കിൽ നട്ടലിലേക്കുള്ള ലോഡുകൾ വളരെ കൂടുതലായിരിക്കും. ഇത് നടുവേദന ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് 40ഓളം മസിലുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം. ഇനി നടുവേദന വന്നാൽ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങളുടെ വേദന വളരെ സിവിയർ ആണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച റെസ്റ്റ് എടുക്കുക. ഇതിലും കൂടുതലുള്ള റെസ്റ്റുകൾ നമ്മൾ സാധാരണ ഗതിയിൽ അഡ്വൈസ് ചെയ്യാറില്ല. കാരണം നിങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നടുവിൻ്റെ മസിൽസ് മാത്രമല്ല, കൈൻ്റെയും കാലിൻ്റെയും മസിൽസൊക്കെ ശോഷിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ജോയിൻറ്റുകൾക്കും എല്ലുകൾക്കും ഉള്ള സപ്പോർട്ടുകൾ കുറയ്ക്കും. പ്രത്യേകിച്ച് നട്ടിലേക്കുള്ള സപ്പോർട്ടുകൾ കുറയ്ക്കും. നടുവേദന ക്രോണിക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നടുവേദന എത്ര കുറയുന്നോ അത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ച് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് വേദന 2 ആഴ്ചയിലും കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം അറിയാൻ വേണ്ടി നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുക. എക്സ്റേ പോലുള്ളതോ MRI പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഇപ്പം നിങ്ങളുടെ നടുവേദന മാത്രമല്ല, കാലിലേക്കുള്ള വേദനയുണ്ട്, കാലിലേക്കുള്ള തരിപ്പുണ്ട്, കൈക്കോ കാലിനോ ബലക്കുറവ് എന്തെങ്കിലും തോന്നുന്നുണ്ട്, യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, വേദന കാരണം നിങ്ങൾക്ക് ഉറക്കം കിട്ടാതെ വരുന്നുണ്ട്, നിങ്ങൾക്ക് നടുവേദന മാത്രമല്ല അതിൻ്റെ കൂടെ പനിയുണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടി വരും. ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് ഇതിന് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ തേടേണ്ടി വരും.